അറുതി വരാതെ മണിപ്പൂർ കലാപം ഭീതി ഉണർത്തുകയാണ്. ഇതിനിടെ കലാപത്തിലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കേസുകൾ അന്വേഷിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ CBI സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കൊൽക്കത്തയിൽ നിന്നുള്ള 10 പേരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കലാപ മേഖലയിലേക്ക് കൂടുതൽ കേന്ദ്ര സംഘത്തെ വിന്യസിക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാരും തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ജനസമ്മതി കലാപത്തെ തുടർന്ന് ഇടിഞ്ഞിരുന്ന സാഹചര്യം കൂടി വിലയിരുത്തിയാണ് അന്വേഷണം നടത്തുക. ഇതിനിടെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെതിരെ ഭരണ പ്രതിപക്ഷ MLA മാരും പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയതും CBI അന്വേഷണത്തിന് കേന്ദ്രം തീരുമാനം എടുത്തതും. ബിരേൻ സിംഗ് കലാപത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് കാട്ടി 2 മന്ത്രിമാർ ഉൾപ്പെടെ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 10 MLA മാർ അമിത്ഷായ്ക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിൽ 5 MLA മാർ BJP-യിൽ നിന്നുള്ളവരാണ് എന്നതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്ത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ മണിപ്പൂരിൽ ഇറക്കാൻ കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസം മുഖ്യമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം. ഹിമന്ത ബിശ്വ ശർമ്മ മണിപ്പൂരിലെത്തി മുഖ്യമന്ത്രി ബിരേൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ ഖൊക്കൻ ഗ്രാമത്തിലുണ്ടായ വെടിവെപ്പിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ ഒരു സ്ത്രീയും ഉൾപ്പെടും. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ മണിപ്പൂർ കലാപത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 98ആയി ഉയർന്നു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. 310 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 4014 കേസുകളും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 5 ജില്ലകളിൽ കർഫ്യൂ പിൻവലിക്കുകയും 11 ജില്ലകളിൽ കർഫ്യൂ ഇളവ് നൽകുകയും ചെയ്തു. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ വിലക്കയറ്റവും രൂക്ഷമാണ്. ബിരേൻ സിംഗ് പരാജയപ്പെട്ടു എന്ന് BJP മണിപ്പൂർ സെക്രട്ടറി പൊക്കാം ഹോക്കീപ്പും തുറന്ന് അടിച്ചിരുന്നു. ബിരേൻ സിംഗിനോടുള്ള എതിർപ്പ് പരസ്യമാക്കി 4 BJP MLA-മാർ നേരത്തെ വിവിധ സർക്കാർ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് തങ്ങളെ ഏകപക്ഷീയമായി വെടിവെച്ച് കൊല്ലുകയാണെന്നും ബിരേൻ സിംഗിനെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും കുക്കി വിഭാഗക്കാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. മെയ്തി വിഭാഗത്തിൽ നിന്നുള്ള ബിരേൻ സിംഗിനുള്ള പിന്തുണ നാൾക്കുനാൾ ഇടിയുകയാണ്. മാസങ്ങളായി തുടരുന്ന കലാപത്തിന് അറുതി വരുത്താൻ കഴിയാതെ വന്നാൽ മണിപ്പൂരിൽ തീർച്ചയായും രാഷ്ട്രീയമായ തിരിച്ചടി നേരിടേണ്ടി വരും. ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രീതി നഷ്ടമായതും ഇതിന്റെ ഭാഗമായി തന്നെ വേണം കരുതാൻ. അതോടൊപ്പം കലാപവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ജനസമ്മതി കുറയുന്നതിലുള്ള അന്വേഷണമല്ല വേണ്ടതെന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്.